എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധനുമാസത്തിലെ തിരുവാതിരയാണ്. തിരുവാതിര എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും മഹാദേവനും ശ്രീ പാർവതിയുമായി ബന്ധപ്പെട്ട കുറേ ഐതിഹ്യം, കുറെ കഥകൾ നമുക്കറിയാലേ. അതിലോട്ടൊന്നും പോകുന്നില്ല ഞാൻ. അപ്പൊ അതെന്താ, തിരുവാതിര നോയമ്പ് കഴിഞ്ഞ് ഇന്നാണ് തിരുവാതിര ശരിക്കും. ഇന്നലെ വൈകിട്ട് തുടങ്ങി, ഇന്ന് അഞ്ചരയോടെ ഏകദേശം വൈകിട്ട് അഞ്ചരയോടെ ഈ തിരുവാതിര അവസാനിക്കും. നാളെ അങ്ങ് തീരും കേട്ടോ. അപ്പൊ എന്താ, അതിനായിട്ട് നൊയമ്പെടുക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പൊ എന്താ, അരിയാഹാരം പൂർണ്ണമായിട്ടും നമ്മൾ ഉപേക്ഷിക്കും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിങ്ങനെയുള്ള പുഴുക്കുകൾ പല സൈസ് നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും. അല്ല, നമുക്ക് അത് പറ്റില്ലെങ്കിൽ വെളിയിൽ പോയി കടയിൽ പോയി മേടിക്കുന്നതാണേലും കുറെ കിഴങ്ങ് വർഗ്ഗങ്ങൾ കൊണ്ടുള്ള ഒരു പുഴുക്ക്, അതിന് ധാന്യങ്ങൾ ചേരും. അതൊക്കെ നമുക്ക് കുറെ വിറ്റാമിൻസും ഒക്കെ ഉള്ളതാണ്, അടങ്ങിയതാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് ഒരു പുഴുക്ക് തയ്യാറാക്കാനുള്ള ഞാൻ തയ്യാറാക്കുക. അപ്പൊ അത് നിങ്ങളെയും കൂടെ അത് കാണിക്കാം. അത്ര ഉള്ളൂ കേട്ടോ. എല്ലാരും രാവിലെ അമ്പലത്തിലൊക്കെ പോയില്ലേ, അപ്പം നമുക്ക് കാണാം കേട്ടോ. ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ, നമ്മുടെ പറമ്പിലുണ്ടായ ആ നടുതലകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ കാച്ചില്. ഇതെല്ലാം വേണ്ട, ഇതിന്റെ ഒരു കഷ്ണം മതി കേട്ടോ. ഇത് കാച്ചില്. പിന്നെ ഇത് ചേനയുടെ ഒരു ഇത്തിരി കുറച്ച് കഷ്ണം മതി, കുഞ്ഞു കഷ്ണം. പിന്നെ ഇത് ചേമ്പ് കേട്ടോ. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ, ഇതാണ് കിഴങ്ങ്. അത് നമ്മുടെ വീട്ടിലുണ്ടായത്. അത് ഇപ്പൊ ഒന്നും എല്ലായിടത്തും ഒന്നും അതില്ല കേട്ടോ. അതിന് നല്ല വേവുള്ള ഒരു സാധനം അത്. പിന്നെ ഇതിന്റെ കൂടെ 2-3 കൂർക്കയുണ്ട്, അത് മേടിച്ചതല്ല. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മുടെ പുള്ളിക്കിഴങ്ങ്, കപ്പ ഇത്. പിന്നെ ഏത്തക്ക, എന്ത് വേണേലും ആകാട്ടോ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം. പിന്നെ ഇതെല്ലാം ഒന്നും വേണ്ട കേട്ടോ. ഞാനതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാല്, പയർ ഞാൻ ചോക്ക് ചെയ്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന കേട്ടോ. അതൊക്കെ ഇഷ്ടം പോലെ, അത് കുറച്ച് മതി എങ്കിൽ കുറച്ചെടുത്താൽ മതി. ഇത് പയർ മുതിര വേണേലെടുക്കാം, അതൊന്നും എൻ്റെ കയ്യിലില്ല. ഈ വൻപയറേ ഉള്ളൂ. അപ്പൊ അത് ഞാൻ വെള്ളത്തിലിട്ട് അത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കും. പിന്നെ നമുക്ക് കാണാം കേട്ടോ. ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പൊ ഞാനതെല്ലാം പൊളിച്ചു, എല്ലാം തൊലി കളഞ്ഞു വെച്ചു കേട്ടോ. അപ്പൊ ഇത് കപ്പയാണ്. കപ്പ, അതുപോലെ ചേമ്പ്, ചേനയുടെ കഷ്ണം, പിന്നെ എന്താ, കാച്ചില്, കിഴങ്ങ്, പിന്നെ നമ്മുടെ ഏത്തക്ക. അതൊക്കെ ഞാൻ തൊലി കളഞ്ഞു വെച്ചേക്കോട്ടോ. ഇനിയിപ്പം നമുക്കിതെല്ലാം ഒന്ന് നുറുക്കിയെടുക്കുന്നതില് ഈ കപ്പയുണ്ടല്ലോ, കപ്പ മാത്രം ഞാൻ വേറെ വേവിക്കും. ബാക്കി എല്ലാം കൂടെ ഒന്നിച്ച് കുക്കറിനകത്തിട്ട് വേവിക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ കേട്ടോ. എന്താന്ന് വെച്ചാൽ കപ്പയുടെ മക്ക് ഊറ്റിക്കളയണം, അതിന് വേണ്ടിയിട്ടാണ്. അല്ലെ ഒന്നിച്ചിട്ട് വേവിക്കാമായിരുന്നു കേട്ടോ. ഇതിന്റെ വേവിറ്റി ഒന്നും അറിയില്ല ശരിക്കും. പിന്നെ എന്താണ്, ഈ പയറ് നമുക്ക് കുക്കറിനകത്ത് വേവിക്കാം. അതിന് കുക്കറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സ്പീഡിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇതിന്റെ ലെങ്ത് കുറഞ്ഞു കിട്ടാനാട്ടോ. അപ്പൊ എന്താണ് നമുക്കിനി ഇത് എല്ലാം ഞുറുക്കിയെടുക്കാം കേട്ടോ. അപ്പൊ എന്താ, ഞാൻ എല്ലാം അരിഞ്ഞ് കഴുകി വെച്ചേക്കും കേട്ടോ. ഇത് കപ്പയാട്ടോ. കപ്പ മാത്രം ആദ്യം ഞാൻ ആ ഫസ്റ്റിലെ വേവിച്ചെടുക്കും കേട്ടോ. എന്താന്ന് വെച്ചാൽ കപ്പ ഊറ്റി ആ വെള്ളം കളയണം. മറ്റേതിനൊന്നും അങ്ങനെ കുഴപ്പമില്ല കേട്ടോ. ഇത് കപ്പ പെട്ടെന്ന് ചെയ്യുക. ഇത് കപ്പ. പിന്നെ അതിനകത്ത് നമുക്കൊരു ഇത്തിരി ഉപ്പൂടി ഇട്ടങ്ങ് വേവിക്കുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇത് കല്ലുപ്പാട്ടോ, അതിനായിട്ട് കല്ലുപ്പ് ഇത്തിരി കുഴപ്പമില്ല. പിന്നെ നോക്കാം. ഇനി എന്നിട്ട് നമുക്കിത് വെള്ളം കൂടെ ഒഴിച്ച് വേവിക്കാൻ വേണം. പെട്ടെന്ന് വേകുന്ന കപ്പയാണ്, പക്ഷെ ഞാനത് കുക്കറിനകത്തിട്ട് ചെയ്യുവാട്ടോ. ഇത് എന്നിട്ട് പിന്നെയുള്ളത് ബാക്കി എല്ലാ കിഴങ്ങുകളും ഞാനിതാ ഇവിടെ അരിഞ്ഞ് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒറ്റ കുക്കറിനകത്തിട്ട് ഒറ്റയായി. അപ്പം പിന്നെ എന്താ, ഇത് കണ്ടോ. അതിനായിട്ട് ഞാൻ പിന്നെ തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട്. നേരത്തെ ഒരു തേങ്ങയും ഉണ്ട്. ഒരു തേങ്ങ എടുക്കാം കേട്ടോ. ഒരു തേങ്ങ ഇത്ര ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. പയർ ഞാൻ വേവിച്ചു. പിന്നെ ഇതുണ്ടോ, മുളക് നമ്മുടെ തന്നെയാണ്. മുളകും ഉണ്ടല്ലോ, ഒരു അഞ്ചാറ് മുളക്. പിന്നെ എന്താ, മഞ്ഞൾ വേണം. പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും. ഇത് നൊയമ്പിന് വേണ്ടിയിട്ട്, നമ്മൾ നൊയമ്പല്ലേ ഇപ്പം തിരുവാതിരയ്ക്ക് ഉണ്ടാക്കുന്ന പുഴുക്കിന് നമ്മൾ ഈ ഉള്ളി വെളുത്തുള്ളി ഒന്നും ചേർക്കാറില്ല കേട്ടോ, ചേർക്കില്ല. പിന്നെ വേണമെങ്കിൽ ജീരകം ചേർക്കാം കേട്ടോ. അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട്
നമുക്ക് കാണാം. പിന്നെ ഇത് വേവിച്ചെടുത്തിട്ട് കാണാം കേട്ടോ. അപ്പൊ ഞാൻ ഇതാ എല്ലാം വേവിച്ചു വെച്ചിട്ടുണ്ട്. കപ്പ ഇത് എല്ലാം വേറെ, ഈ കപ്പ മാത്രം ഞാൻ വേറെ ആവും കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. അതെല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ ഇനി ആക്കാൻ പോവാണ്. എല്ലാം വേവിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് എളുപ്പമുണ്ട്. പിന്നെ ഇത് ചേന, കാച്ചില്, കിഴങ്ങ്, പിന്നെ എന്താ ചേമ്പ്, എല്ലാം കൂടെ നമുക്ക് അങ്ങോട്ട് യോജിപ്പിക്കാം കേട്ടോ. പിന്നെ എന്താ പയർ, ഇതെല്ലാം വേവിച്ച് വെച്ചോ കേട്ടോ. ഇത് വൻപയർ, മുതിര കിട്ടുവാണെങ്കിൽ അതൊന്നും എൻ്റെ ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഇതെല്ലാം കൂടെ. പിന്നെന്താ തീയുണ്ട്. പിന്നെ തേങ്ങായും ജീരകവും മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഒക്കെ കൂടി ഇട്ട അരപ്പും കൂടെ. ഒരു തേങ്ങ തന്നെ എടുത്തില്ല കേട്ടോ, ഇത്തിരി കുറവാന്ന് തോന്നേ. പിന്നെ എന്താ ഇതിനകത്ത് നമ്മൾ നൊയമ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ പുഴുക്കുണ്ടാക്കുമ്പോൾ അതിനകത്ത് ഞാൻ മുമ്പേ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, നമ്മൾ ഒരിക്കലും എന്താ ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കൂല കേട്ടോ. ഞാനും അങ്ങനെ ചേർത്തിട്ടില്ല. എല്ലാം കൂടെ നമുക്ക് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. പിന്നെന്താ ഇത്തിരി കൂടെ നമ്മുടെ സ്വന്തം കറിവേപ്പില ഇഷ്ടം പോലെ ഉണ്ടല്ലോ നിങ്ങളുടെ തട്ടി. പിന്നെന്താ അടുത്തത് ഇത് നമുക്ക് ഇച്ചിരി എന്താ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിന്റെ പുറത്ത് ഇങ്ങനെ മതി കേട്ടോ. ഇനി നമുക്കിതെണ്ണ ഇളക്കാം. നന്നായിട്ട് ആ തേങ്ങായും എല്ലാം അതിന്റെ കൂടെ ഒന്ന് പിടിക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ച് കുത്തിയാവും. ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ കാച്ചിലൊക്കെ ഇപ്പം വേകാൻ ഇത്തിരി മടിയുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ തിരുവാതിര എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ ഈ തിരുവാതിര പുഴുക്കാണ്. പിന്നെ പല കാര്യങ്ങളുണ്ട്, തിരുവാതിര കളി, ഉറക്കമില്, നോയമ്പെടുക്കല്, ഇതൊക്കെയുണ്ട്. എന്നാലും ആദ്യം ബസ്സിലെ വരുന്ന എന്താ നമ്മുടെ തിരുവാതിര പുഴുക്ക് തന്നെയാട്ടോ. ഈ തിരുവാതിര പുഴുക്ക് തിരുവാതിരക്ക് മാത്രമല്ലൊന്നും നല്ലതായിട്ടോ ഉണ്ടാക്കുന്നത്. അത് പലപ്പോഴും ഞാനിവിടെ പലപ്പോഴും അതൊക്കെ ഉണ്ടാക്കാറുണ്ട്. അത് നല്ല എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും കൂടെ ചേർന്നത് ആണ്. പിന്നെ എന്താ നമ്മുടെ പയർ, വൻപയർ, മുതിര, അതെല്ലാം കൂടെ ചേർന്നാകുമ്പോൾ അത് നല്ല വിറ്റാമിൻ കൂടെയാണ് കേട്ടോ. വിറ്റാമിൻ എല്ലാം അടങ്ങിയതാണ്. കിഴങ്ങ് വർഗ്ഗം ആയതുകൊണ്ടുള്ളൊരു ഗ്യാസിന്റെ ഒക്കെ ഒരു കുഴപ്പം. ഗ്യാസിന്റെ കുഴപ്പത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ അതിന്റെ കൂടെ നമുക്ക് വെളുത്തുള്ളിയൊക്കെ ചേർക്കണം. പക്ഷെ ഇന്ന് ഞാനത് ചേർത്തിട്ടില്ല, നൊയമ്പ് കൊടുക്കായതുകൊണ്ടാട്ടോ. ഉപ്പ് ഞാൻ ചേർത്താണ്, ഞാൻ വേവിച്ചപ്പോൾ ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ. ഉപ്പ് ഞാൻ ചേർത്താണ്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഒരു അപ്പൊ നമ്മുടെ തിരുവാതിര പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടോ. ഈ കഴിക്കണ്ട. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. കൂട്ടാക്കാത്തവരാരേലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബായ്.